വിദ്യാരംഭം കഴിഞ്ഞാൽ പിന്നെന്താണ്? സ്കൂളുകളിൽ ചെല്ലുന്നു. ആദ്യം എന്താ തുടങ്ങുന്നത്? പ്രാർത്ഥന. അതിരാവിലെ ചെന്നൊരു ഭിക്ഷാടന സാഹിത്യം, അല്ലെങ്കിൽ ഒരു കുട്ടികൾ ആക്ച്വലി ഭിക്ഷാടനം നടത്താണ്. തരണേ 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 തരണേ, ശക്തി തരണേ, ബുദ്ധി തരണേ. ഇതൊന്നും ഇല്ലാത്തവരാണ് എന്നാണ് നമുക്ക് തോന്നുക. ഇതില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ആർക്കും കൊടുത്തും നമ്മൾ കണ്ടിട്ടില്ല, കഥയല്ലാതെ. എൻ്റെ നാവിന് ത്രാണി തരണേ. അപ്പൊ എന്താ, നാവിന് ത്രാണി തരണേ എന്ന് പറയണമെങ്കിൽ ആ നാവിന് ത്രാണി ഉണ്ടായിരിക്കണം. ചുരുങ്ങിയ പക്ഷം അരി തരണേ, തുണി തരണേ. ഇപ്പം ദൈവോപദേശ ശതകം, ഇതെല്ലാം ഇത് തന്നെയാണ്. നിങ്ങൾ ചോദിക്കുകയാണ് തരണേ 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 തരണേ. ഇതെന്ത് ഇത്ര വലിയ മഹത്വം? ഇതൊക്കെ ചോദിക്കുന്നത് അറിയാവോ? സാധാരണ ആളല്ലോ അമ്മ വല്ലതും തരണേ വല്ലതും തരണേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് ഏതാണ്ടൊക്കെ ഭയങ്കര ഷോയാണിത്. ഇങ്ങനെ കണ്ണൊക്കെ അടച്ച്, കണ്ണടയ്ക്കുന്ന മറ്റുള്ള നമ്മളെ ഭിക്ഷാടനം, സാധാരണ ഇത് ഭിക്ഷക്കാർക്ക് കണ്ണ് തുറന്നു വെച്ച് തന്നെ ഭിക്ഷ ചോദിക്കാനായിട്ടുള്ള ആർജവം അവർക്കുണ്ട്. ഈ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യർക്ക് തരണേ തരണേ എന്ന് പറയുമ്പോൾ നാണക്കേട് കൊണ്ട് അറിയാതെ കണ്ണൊക്കെ ഒന്ന് കൂമ്പിപ്പോവും. പിന്നെ മറ്റുള്ളവർ കാണുന്നില്ല എന്നാണ് കരുതുന്നത്. കാരണം എന്താണ് നമ്മൾ ചോദിക്കുക, ഒരു ഭിക്ഷക്കാരനൊക്കെ പോയി ജോലി എടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളോടായതുകൊണ്ട് നമ്മളത് ചോദിക്കുന്നു. ഇത് നിന്നോടല്ല ചോദിച്ചു, ഞാൻ അവിടെ അല്ലേ ചോദിക്കുന്നത്. തുടക്കത്തിൽ തന്നെ കുട്ടികളെ ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബാ ശബ്ദം, ബി ശബ്ദം. ബെഗ്, ബ്രൈവ്, ബ്രാഗ്. ബെഗ് എന്ന് പറഞ്ഞാൽ വായിച്ച കുട്ടികളെ പരിശീലിപ്പിച്ചുകൂടാ. ഇത് ഇവിടെ തൊട്ടാണ് അവൻ തുടങ്ങുന്നത്. അവനാണ് പിന്നെ കേജ്രിവാളായി മാറുന്നത്. ബ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ ഔട്ട് കോവിലുകൾ, പള്ളികൾ കൊണ്ടുവന്ന് കൊടുക്കില്ലേ, ഓരോന്ന് ചെയ്യല്. ആഹാരം കഴിക്കാതിരിക്കുന്നു, വ്രതം നോക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ആരെയോ തൃപ്തിപ്പെടുത്താനാണ്. ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടാവും. ബ്രൈവാണിത്. അർച്ചന കാവ്യം, അയ്യനെ പാടി പുകഴ്ത്തുന്നു, അയ്യനെ പാടി ഉറക്കുന്നു. തനിയെ എഴുന്നേക്കാൻ പറ്റും പുള്ളി, പാടി ഉറക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തുന്നത് ആലോചിച്ച്. ബെഗ് എന്ന് പറഞ്ഞാൽ ഭിക്ഷാടനം. ബ്രൈവ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, കൈക്കൂലി. ബ്രാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഭീകരം. പൊങ്ങച്ചടിക്കുക, നമ്മുടെ തള്ളെന്ന് പറയും മലയാളത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇല പോലും അവനറിയാതെ ചലിക്കുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളുടെ അറിവനുസരിച്ച് തന്നെ പല അവന്മാർ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചലിക്കുന്ന. കാര്യം ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ? ഒരു ഇല പോലും അവനറിയാതെ ചലിക്കുന്നില്ല, ഒരു മുടി പോലും കൊഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവനെ പിടിച്ച് വിസ്തരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതാണ് ഈ ബ്രാഗിങ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്കുള്ള ആത്യന്തിക പരിശീലനം എന്ന് പറഞ്ഞാൽ ഇതാണ്. പല സ്കൂളുകളിലും രാവിലെ അങ്ങ് തുടങ്ങും. അവിടുത്തെ പ്രധാന വിഷയങ്ങളോ അക്ഷരമോ ഇംഗ്ലീഷ് അക്ഷരങ്ങളോ കൂട്ടാനും കുറയ്ക്കാനും അറിയത്തില്ലെങ്കിൽ അവന് ഈശ്വര പ്രാർത്ഥന നന്നായിട്ട് അറിയാൻ പറ്റും. അത് വേണേ പറ്റും. അഖിലാണ്ഡ്ര മണ്ഡലം അലിഞ്ഞു ചുരുട്ടി അതിനുള്ളിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാർ. ഇത് നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം ഇത് ആക്ച്വലി ഇതിനെങ്ങനെ ഒരു നിയമമില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എല്ലാ കോളേജുകളിലും, എല്ലാ പൊതുപരിപാടികളിലും, എല്ലാ സ്കൂളുകളിലും ദേശീയഗാനത്തോടു കൂടി തുടങ്ങി ദേശീയഗാനത്തോടു കൂടി അവസാനിപ്പിക്കണം എന്നാണ്. പക്ഷെ അതിനുള്ളിൽ ഈശ്വര പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കുത്തിച്ചെലുത്തുകയാണ് നമ്മളുടെ സ്കൂൾ അധികാരികൾ. പ്രധാനമായിട്ടും സർക്കാർ ജീവനക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. പൊതു സ്കൂളുകളിൽ മിക്കവാറും എല്ലായിടത്തും ഇത് തന്നെയാണ്. അപൂർവം ചില അല്പം ഇതുള്ള ഇടത്ത് അതുണ്ടാവില്ല. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അധ്യാപകർ അന്ധവിശ്വാസം പടർത്തുന്നു എന്ന് പറയുന്നത് ഇതിലൂടെയാണ്. ഇതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസ പ്രചരണം. രാവിലെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരുന്നെങ്കിൽ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നുള്ള ഒരു സാധനം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അവർക്ക് അവരുടെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്, അവരുടെ ശേഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അവരൊരു ചെറിയ മനുഷ്യൻ, അവർക്ക് എപ്പോഴും ഒരു ഊന്നുവടി ആവശ്യമാണ് അല്ലേ? ഇത് വലിച്ചു തുടങ്ങുന്ന ആളുകളെ കാണും. ഇതില്ലാതെ പറ്റില്ല. ആദ്യമേ എടുത്ത് കൊടുക്കുക.